എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ചെങ്ങന്നൂരിൽ നിന്ന് കോഴിക്കോട് വരെ ഞങ്ങൾ വന്ദേ ഭാരതിൽ ട്രാവൽ ചെയ്തു. ആ ട്രാവലിൻ്റെ വ്ളോഗാണ് ഞങ്ങളിവിടെ കാണിക്കുന്നത്. 7 മണിയായ സമയം രാവിലെ ചെങ്ങന്നൂർ സ്റ്റേഷൻ. സംഭവം വന്ദേ ഭാരതിന് ആളുകൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും നമ്മൾ സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത് വണ്ടി ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് എത്തിയൊരു ഫീലാണ് നമുക്ക് കിട്ടുക. അത് പറയാണ്ടിരിക്കാൻ വയ്യ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നു. ഏറ്റവും അധികം ആളുകൾ കയറാനുണ്ടായിരുന്ന കമ്പാർട്ട്മെൻറ്റ് ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റ് ആണെന്ന് ചിന്തിക്കുന്നു. ഈ ഡോറിലൂടെ കയറാൻ എന്തായാലും പറ്റില്ല, അപ്പോൾ മറ്റേ ഡോർ വഴി കയറാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ മറ്റേ ഡോർ ലക്ഷ്യമാക്കി നടന്നു. വണ്ടിയുടെ ഉൾഭാഗം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, പ്രീമിയമാണ്. ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ പ്രീമിയം ട്രെയിനിൽ ഒന്നാണ് വന്ദേ ഭാരത്. അത്രയും ചാർജ് അവർ വാങ്ങുന്നുമുണ്ട്, എന്നാലും അതിനനുസരിച്ച് സൗകര്യങ്ങൾ അവർ തരും. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ സീറ്റ് കണ്ടുപിടിച്ചു, ഇരുന്നു. സീറ്റിൽ എന്തായാലും അവർ ഒരു പത്രം വെച്ചിട്ടുണ്ട്, മെട്രോ വാർത്ത എന്നുള്ളൊരു പത്രമാണത്. താഴെ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം 2 ബോട്ടിലും ഉണ്ടാവും, വാട്ടർ ബോട്ടിലുണ്ടാവും. പിന്നെ നമ്മുടെ ദേശാബ്ദിയിലൊക്കെ കാണുന്ന പോലെ കാല് ചവിട്ടിയിരിക്കാനായിട്ടൊരു പെഡൽ പോലൊരു സംഭവം കൂടെ അവർ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ട്രെയിനിൽ വന്ദേ ഭാരതിൽ വൈഫൈ കണക്ട് ചെയ്യാൻ വേണ്ടി, വന്ദേ ഭാരത് വൈഫൈ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വൈഫൈ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷേ നടന്നില്ല. എന്ത് ടെക്നിക്കൽ ഇഷ്യൂസ് ആണെന്ന് തോന്നുന്നു. അതോ വൈഫൈ ഒഴിവാക്കിയോ എന്ന് അറിയേയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കാപ്പി വന്നു. കാപ്പിയും ബിസ്ക്കറ്റും ഉണ്ട്. ഇപ്പോൾ ട്രെയിൻ ഏകദേശം 88-90 കിലോമീറ്റർ സ്പീഡിൻ്റെ അടുത്താണ് വണ്ടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കാപ്പി ഉണ്ടാക്കി കഴിച്ചു. അങ്ങനെ കോട്ടയം സ്റ്റേഷനിലെത്തി. ഓരോ സ്റ്റേഷനിലെത്തുന്ന സമയത്തും ആ സമയത്ത് കയറുന്ന ആൾക്കാരെ സ്വാഗതം ചെയ്യുമവർ. അങ്ങനെ കോട്ടയം സ്റ്റേഷൻ കഴിഞ്ഞപ്പം നമുക്ക് പ്രഭാത ഭക്ഷണം എത്തി. എന്തൊക്കെയാണ് പ്രഭാത ഭക്ഷണം നമുക്ക് നോക്കിയാലോ. 3 അപ്പം അതിനകത്തുണ്ടായിരുന്നു. പിന്നെ വടയുണ്ട്, ചോക്ലേറ്റിൻ്റെ ഒരു പീസ് ഓഫ് കേക്കുണ്ട്, പിന്നെ കൈ കഴുകാനായിട്ട് നീറ്റാക്കാനായിട്ട് സാനിറ്റൈസർ, പിന്നെ ജ്യൂസ്, ട്രോപ്പിക്കാനായിട്ട് ജ്യൂസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ വടയിൽ തുടങ്ങി നോക്കിയപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. ഇതിൻ്റെ കൂടെ കേസരി ഉണ്ട് കേട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ ഒരു സ്റ്റേഷനിൽ വണ്ടി കിടപ്പുണ്ട്. പൊതുവേ വന്ദേ ഭാരതിനെ പറ്റി ഒരു കംപ്ലയിൻ്റ് ഉള്ളത്, മറ്റു വണ്ടികൾ പിടിച്ചിട്ടിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഓടുന്ന ഒന്നാണ് വന്ദേ ഭാരത് എന്ന രീതിയിൽ പരക്കെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അതിൻ്റെ വീഡിയോസും ഈ അടുത്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഭക്ഷണത്തെ പറ്റി പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, ആവറേജ് ആണ്. പക്ഷെ എന്നാലും അവർ വാങ്ങുന്ന എമൗണ്ടിനനുസരിച്ചുള്ളൊരു സർവീസ് അവർ തരുന്നുണ്ട്. അങ്ങനെ എറണാകുളം സ്റ്റേഷനിലെത്തി. വണ്ടി അങ്ങനെ എറണാകുളത്തു നിന്ന് എടുത്തു. നമുക്ക് നോക്കിയാൽ അറിയാം, വണ്ടി സ്റ്റേഷൻ വിടുമ്പോൾ തന്നെ വണ്ടി അത്യാവശ്യം നല്ല സ്പീഡ് ഗെയിൻ ചെയ്തിട്ടുണ്ടാവും. അത് ഈ വന്ദേ ഭാരതിൻ്റെ ഒക്കെ ഒരു പ്രത്യേകതയാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. മെമുവിലും ഇതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ അതെനിക്ക് ടെക്നിക്കൽ സൈഡിനെ പറ്റി കൂടുതൽ അറിയില്ല. വണ്ടിക്കുള്ളിൽ സെക്യൂരിറ്റി ക്യാമറാസ് ഉണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. കയറുന്ന സൈഡിലും അതുപോലെ മെയിൻ നമ്മുടെ എൻട്രൻസിൻ്റെ അവിടെയും സെക്യൂരിറ്റി ക്യാമറാസ് ഉണ്ട്. ഇവിടെ നമുക്ക് എന്തെങ്കിലും എമർജൻസി വന്നാൽ പുഷ് ടു ടോക്ക് എന്നൊരു സംവിധാനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഇൻസ്ട്രക്ഷൻസും അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ഇതാണ് വന്ദേ ഭാരതിലെ ബാത്റൂം എന്നുള്ളത്. ബാത്റൂം നമ്മുടെ ട്രെയിൻ യാത്രകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. ബാത്റൂമിൻ്റെ പറയുകയാണെങ്കിൽ ബാത്റൂം വളരെ സ്പേഷ്യസ് ആണ്.
ധാരാളം ഒരു ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം അതിനകത്തുണ്ട്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ് എനിക്ക് കണ്ടത് ബാത്റൂമിൻ്റെ ക്ലോസറ്റ് വളരെ ചെറിയൊരു ക്ലോസറ്റാണത്. ഇത്രയും സ്പേസുള്ള സ്ഥിതിക്ക് അവർക്ക് കുറച്ചും കൂടെ വലിയ ക്ലോസറ്റ് കൊടുക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റിനെ പറ്റിയോ ഒന്നും എനിക്കറിയില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ബാത്റൂംസ്. അങ്ങനെ തൃശ്ശൂർ സ്റ്റേഷനിലെത്തി. തൃശ്ശൂർ ഷൊർണൂർ റൂട്ടിലും അത്യാവശ്യം നല്ല സ്പീഡിലാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എത്ര സ്പീഡിലാണ് വണ്ടി പോകുന്നതെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ജെർക്കിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സൗണ്ടോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യില്ല. അങ്ങനെ നമ്മൾ ഷൊർണൂർ സ്റ്റേഷനിലെത്തി. ഷൊർണൂർ കോഴിക്കോട് റൂട്ടിലാണെന്ന് തോന്നുന്നു ഏറ്റവും അധികം സ്പീഡ് വണ്ടി ഗെയിൻ ചെയ്യുന്നത്. 108-110 കിലോമീറ്റർ സ്പീഡ് വരെ ഗെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചതിലുള്ള കുഴപ്പമാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. പെട്ടെന്ന് തന്നെ കോഴിക്കോട് എത്തി. യാത്ര ഇത്രയും അധികം യാത്ര, ഇപ്പം നമ്മൾ 8:30 പരശുറാമിൽ കയറി കഴിഞ്ഞാൽ വൈകുന്നേരം 4:30 എത്തുന്നതാണ്. നമ്മൾ വെറും 4 മണിക്കൂർ കൊണ്ട് കവർ ചെയ്തത്. സോ വന്ദേ ഭാരതിലെ യാത്രാനുഭവം പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു അനുഭവമാണ്. നിങ്ങളെല്ലാവരും വൺസ് ഇൻ എ ലൈഫ് ടൈം മസ്റ്റായിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യേണ്ടതാണ് വന്ദേ ഭാരത്. താങ്ക് യു.